ഹലോ, കഴിഞ്ഞ വട്ടം ഞാൻ ഒരു മഷ്റൂമും പോണ്ടും പുല്ലും അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഒരു സ്വിമ്മിങ് പൂളാണ്. അപ്പം വിചാരിച്ചു ഏതായാലും അതിനകട്ടി വലിയൊരു സ്വിമ്മിങ് പൂൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ക്ലേ ഞാനിങ്ങനെ പരത്തിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ കാണാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതെടുത്തിട്ടുണ്ട്, ടൂത്ത് പിക്കും കത്രികയും മുറിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഷേപ്പിന് നമുക്കിത് അതിൻ്റെ ഒരു ഷേപ്പിന് മുറിച്ചെടുക്കാം. ഫസ്റ്റ് ഇങ്ങനെ പരത്തുകയാണ്, കുറച്ച് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ നേർങ്ങനെ ആക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമുക്ക് പോണ്ട് വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെക്കണമെങ്കിൽ കയ്യിൽ കുറച്ച് കട്ടി വേണം. ഇത് കണ്ടില്ല, ഇങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടി കയ്യിൽ. ഇതിൻ്റെ ബാക്ക് കണ്ട എല്ലാവരും ചിരിക്കലായിരിക്കും. ഇതാണ് നമുക്ക് ഇനിയും ഇങ്ങനെ പരത്തി എടുക്കണം. നമുക്കിനി ഇതിൻ്റെ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കുന്നതിന് മുമ്പ് ഈ ടൂത്ത് പിക്ക് എന്തിനാണെന്നല്ലേ, ഈ ടൂത്ത് പിക്ക് ഇതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാനാണ്. നമുക്കിത് വരച്ചിട്ട് ഇതിനെക്കൊണ്ട് ഇങ്ങനെ കുത്തി മുറിച്ചെടുക്കാം. ഓക്കെ, നമുക്കിനി മുറിക്കാം. അപ്പം ഞാൻ ഈ കത്രികനെ കൊണ്ട് മുറിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ടൂത്ത് പിക്ക് വെച്ചിട്ട് തന്നെ മുറിക്കാം. ഇങ്ങനെ കുറച്ച് സമയം എടുക്കും. നമുക്കൊന്ന് മുറിക്കാം. ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു ഷേപ്പിനെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ മുറിച്ച് പോയാൽ മതി. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇത് മുറിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭാഗം. നമുക്കിനി ഇതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇങ്ങനെ ആക്കി ഇത് നമ്മൾ പകുതിയോളം ഈ സൈഡിൽ നിന്ന് കുറച്ച് മുറിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഫുള്ളായിട്ട് ഇങ്ങനെ മുറിക്കണം. നിങ്ങൾക്ക് ഈ പാത്രം നല്ലോണം കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അന്ന് എന്താ വെച്ചാൽ ഈ വേറെ ഒരു പുഴ മഷ്റൂമൊക്കെ ആക്കിയത് ഈ പാത്രത്തിൽ തന്നെയായിരുന്നു. എന്നിട്ട് പെയിൻ്റ് അടിച്ചതും ഇത് തന്നെ. ഇപ്പം ഞാൻ ഈ പാത്രം തന്നെ എടുത്തേക്കുന്നത്. മറ്റേ സാധനം വേറെയിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രം മൊത്തത്തിലൊന്ന് കഴുകിയിട്ട് എടുത്തു. ഈ പാത്രത്തിൽ എനിക്ക് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. പിന്നെ മോനെ ഭാഗം വെച്ചിട്ട് തന്നെ മുറിക്കാം. കുറച്ച് പണിയാണ് ഇങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറച്ചൊക്കെ നമ്മൾ മുറിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ, ഇനി അടുത്തത് ഉണ്ടാക്കേണ്ടിന്നൊക്കെ. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഉണ്ടാക്കാൻ നോക്കാം. എനിക്ക് കഴിയുന്നതൊക്കെ ടഫിലൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് സിമ്പിളിൽ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാന്നേ. അപ്പം കമൻറ്റ് ചെയ്യുക ഗൈസ്. മുറിച്ച് എൻ്റെ ടൂത്ത് പിക്ക് വരെ ഒടിഞ്ഞു എന്ന് പറയട്ടെ. ഇത് ഗൈസ്, എൻ്റെ ടൂത്ത് പിക്ക് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഷേപ്പ് ഏകദേശം ഒരു ആയിട്ടുണ്ട്. ഓട്ടം എന്താ വെച്ചാൽ ആ ടൂത്ത് പിക്ക് വെച്ച് കുത്തിപ്പോയതാണ്. പിന്നെ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കാം. ഞാനിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ലെവലാകുന്നുണ്ട്.
ഇത് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം നല്ല വൃത്തിയായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചെയ്യാം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ മോൾ ഭാഗമില്ലേ, അത് ഒന്ന് ഇങ്ങനെ ഒന്ന് സെറ്റാക്കണം. ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ക്ലേ വെച്ചിട്ട് തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലേ ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്കിതൊന്നിങ്ങനെ പരത്തിയെടുക്കാം. പരത്താം പക്ഷെ വലുപ്പത്തിലിട്ട് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പരത്തുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതിൻ്റെ ഇതാക്കി വെച്ച മറ്റേ ഷേപ്പില്ല നമ്മളെ സ്വിമ്മിംഗ് പൂളിൻ്റെ, അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം വലുത് തന്നെ ഞാൻ ആക്കുന്നുണ്ട്. തികയാതെ വന്ന അതിൻ്റെ ഒരു ഷേപ്പിന് ഒട്ടിക്കണ്ടേ. അപ്പം നമ്മളിത് ഈ കഴിഞ്ഞു. ഇത്രയും വലുതാണ് നമ്മൾ ആക്കുന്നത്. ഞാൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എനിക്കൊരു സംതൃപ്തി കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഇത് ഒന്ന് ഒട്ടിക്കാം. അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടും നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയാണ്. എന്നിട്ട് നമ്മളിത് ഇവിടുന്ന് പകുതിക്കുന്ന ഈ ബാക്കിയായ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ജോയിൻ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കാം. പക്ഷെ അമർത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ക്ലേ ഇങ്ങനെ താണ് പോകരുത്. ഇതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. നമ്മളെ സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗം നമുക്ക് ആവശ്യമില്ലല്ലോ അല്ലേ? ആവശ്യമുണ്ടോ? ഇല്ല. ഇനി എന്തെങ്കിലും ചെയ്യണം? വേണ്ട. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്, പെയിൻ്റ് അടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇതിൻ്റെ അകത്തുനിന്ന് പെയിൻറ്റ് ബ്രഷ് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ബ്ലൂ ആണ് സെലക്ട് ചെയ്യുന്നത്, ഏറ്റവും ചെറുത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെറുതെന്ന് വലുതും, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലുതെന്ന് ചെറുതും. ഈ ബ്ലൂ പെയിൻറ്റ് ബ്രഷ്. നമുക്ക് പെയിൻറ്റ് നോക്കാം. പെയിൻറ്റ് പുറത്തെടുക്കണം. പെയിൻറ്റൊക്കെ ഞാൻ കുറേ തീർത്തു. ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത് കട്ടി ബ്ലൂവും അതേപോലെ തന്നെ വൈറ്റും ആണ്. നമുക്കിനി മിക്സിങ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എടുക്കാം. ഇതിൻ്റെ അകത്താണ് പെയിൻറ്റ് ഒഴിക്കാറുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കാനൊന്നും പണിയാണ്. നമ്മൾ കട്ടി ബ്ലൂ ആണ് എടുക്കുന്നത്. കട്ടി ബ്ലൂ ആണോ ലൈറ്റ് ബ്ലൂ ആണോ? ഇത് ലൈറ്റ് ബ്ലൂ, ഇത് കട്ടി ബ്ലൂ. തോന്നുന്നു കട്ടി ബ്ലൂ എടുക്കാം. എന്നിട്ട് വൈറ്റ് മിക്സ് ചെയ്യാം. എന്നാൽ ലൈറ്റ് ബ്ലൂ എടുത്താലും വൈറ്റ് മിക്സ് ചെയ്യണം, കട്ടി ബ്ലൂ എടുത്താലും വൈറ്റ് മിക്സ് ചെയ്യണം. കുറച്ചല്ല, ശ്രദ്ധിക്കണം. പിന്നെ ഈ പെയിൻറ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ്. എനിക്കെന്നെ പെയിൻറ്റൊക്കെ വാങ്ങണം. കുറച്ചധികം വൈറ്റും പിന്നെ നമ്മൾ പെയിൻറ്റ് ബ്രഷും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് വെള്ളത്തിലൊന്ന്
പെയിൻറ്റ് ബ്രഷ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഒരു ലൈറ്റ് ബ്ലൂ കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടൊരു ബ്ലൂ ഇതാണെന്ന് നമുക്കൊന്ന് ട്രയലായിട്ടൊന്ന് അടിച്ച് നോക്കാം. ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു സ്വിമ്മിംഗ് പൂളിനൊക്കെ ഇങ്ങനത്തെ ഒരു ബ്ലൂ തന്നെയാണല്ലോ. നമ്മൾ ബ്ലൂ കിട്ടിയിട്ടുണ്ട്. നല്ലോണം എങ്ങനെ നോക്കണം വേണ്ടല്ലേ. അപ്പം ഈ ഒരു ബ്ലൂ തന്നെയാണല്ലോ. നമുക്കിതൊന്ന് കംപ്ലീറ്റ്ലി പെയിൻ്റ് അടിക്കാം. എനിക്ക് പെയിൻ്റ് അടിക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടം. കളർ ക്ലേ ആണെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതി അല്ലേ. ഇനി നമുക്ക് പെയിൻറ്റിങ് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഈ കളർ ക്ലേ ആണെങ്കിൽ പണിയില്ല, ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. ബാക്കി അതിൻ്റെ തന്നെ പെയിൻ്റൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതൊന്ന് നല്ലോണം പെയിൻ്റ് അടിക്കും. അപ്പം കണ്ടില്ലേ, നല്ല രസത്തിലായേ. കണ്ടില്ലേ നമ്മളും കണ്ടോ, നിങ്ങളും കണ്ടോ. നമുക്കിതിൻ്റെ ബാക്കി പെയിൻറ്റും കൂടെ അടിക്കാം. പെയിൻറ്റ് എടുത്തപ്പം കൂടിപ്പോയിന്ന് തോന്നുന്നല്ല കേട്ടോ. എടുത്തപ്പം കൂടിപ്പോയി. ഇനി സൈഡിലൊന്നും ആകുന്നില്ലല്ലേ. ഗൈസ് ആകുന്നുണ്ട്. ഓക്കെ. ഈ പോർഷനിലൊക്കെ നമുക്ക് നല്ലപോലെ അടിക്കാം. തിരെത്തിയിട്ടില്ല ഇവിടെ. പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പോർഷനും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ തീരെ എത്തിയിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ തീരെ എത്തിയിട്ടില്ല. ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ അറിയാണ്ട് എൻ്റെ മുകളിലൊന്ന് കൈവച്ചു. എന്ത് വിധി ഇത്. നമുക്കിനി വേറെ വലിയ പണിയില്ല. ഇതിൻ്റെ അകത്തൊന്ന് പെയിൻ്റ് എടുത്തിട്ട് അടിച്ചോളൂ. എന്തായാലും എൻ്റെ കൈക്കാവും, എനിക്ക് ഉറപ്പായിരുന്നു. ഇനി എന്തായാലും കൈക്കായ കുഴപ്പമൊന്നുമില്ല. നല്ലോണം കൈക്കായത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് പണി കിട്ടു ഗൈസ്. ഇതാണ് അതിൻ്റെ ഒരു ഇത്. വെറുതെ ഇരിക്കുമ്പോൾ പണി കിട്ടിയാൽ ഇതിൻ്റെ അകത്തുനിന്ന് എൻ്റെ കൈക്കുന്ന എടുത്തിട്ട് അടിക്കേണ്ട അവസ്ഥയാണ്. പെയിൻറ്റ് കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞു ഗൈസ്. എന്നാലും നമ്മൾ രക്ഷപ്പെട്ടു. പകുതി അടിച്ചപ്പോഴാണ് കൈക്കായത്. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ലായിരുന്നു. നമ്മൾ വീണ്ടും പെയിൻ്റ് എടുക്കേണ്ടി വരുമായിരുന്നു. അപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ആക്കിയിട്ടുണ്ട്. ചില പോർഷൻസിൽ പെയിൻ്റ് ആകുന്നില്ല. അപ്പം അവിടെ നമ്മളിങ്ങനെ കൈയോട് തന്നെ ആക്കണം. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കംപ്ലീറ്റ്ലി ആക്കിയിട്ടുണ്ട്.
നമുക്ക് ഈ പാത്രത്തിന് എന്തെങ്കിലും കളർ അടിച്ചെടുക്കണ്ടേ. പിന്നെ നമുക്ക് ഈ ബ്രഷിലുള്ള പെയിൻറ് കളയാം. എന്ത് കളറാണ് അടിച്ചെടുക്കുന്നത്? കളഞ്ഞിട്ടും നമുക്കൊരു പേപ്പർ എടുക്കാം. കുഞ്ഞൻ പേപ്പർ. ഇവിടെ എൻ്റെ പേപ്പർ. കിട്ടി ഗൈസ്, കിട്ടി. കണ്ണോട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെയിൻറ്റിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ പേപ്പർ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് പെയിൻറ്റ് ഇവിടെ അടിക്കാം ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ, ഒരു ബീച്ച് പോലെ ഈ മണ്ണ് പോലത്തെ ഒരു പെയിൻ്റ് അടിക്കും. മണ്ണിൻ്റെ കളർ പെയിൻ്റൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പെയിൻ്റ് എടുക്കുന്നുണ്ട്. നോക്കാം. ഈ ഒരു പെയിൻറ് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. യൂസ് ചെയ്തതിനും ഓർമ്മയുമില്ല. കുറേ ഉണ്ട് ആ പെയിൻറ്. ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയപ്പം ഏകദേശമൊക്കെ മണ്ണിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ആവശ്യമില്ലേ. ഇതിൻ്റെ സൈഡിലുള്ള പെയിൻറ്റൊക്കെ ഫസ്റ്റ് തുടക്കണം ഗൈസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബുക്ക് എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു പേജ് പഠിക്കുന്നുണ്ട്. കഷ്ണം പേജ് എടുത്തിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പെയിൻ്റ് ഒന്ന് തുടച്ച് മാറ്റി കൊടുക്കാം. കൈമ എടുത്തിട്ട് തുടച്ച് മാറ്റലാണ് എൻ്റെ ഒരു നല്ലത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തുടച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി കംപ്ലീറ്റ്ലി ആയ ഒരു പെയിൻ്റ് അടിക്കാം. മണ്ണിൻ്റെ ഒരു പെയിൻ്റാണ്. ഇപ്പം ഏകദേശം നല്ല ഫിനിഷിങ് കൊണ്ടുവരണമെങ്കിൽ കുറേ പെയിൻ്റ് എടുക്കണം. തൽക്കാലത്തേക്ക് നമ്മൾ ഇത്ര ഫിനിഷിങ് പോരെ. പക്ഷെ അത്ര വെള്ളം എടുക്കാൻ പറ്റും. ഞാൻ അധികം വെള്ളമൊന്നും എടുക്കാറില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും വെള്ളം എടുക്കാം. അഥവാ പെയിൻ്റ് അങ്ങനത്തെ തികയാതെ വന്നാലോ. എന്തായാലും ഞാൻ ഈ സാധാരണ ചെയ്യൽ ഇപ്പം എന്താ വെച്ചാൽ ഒരു പെയിൻറ് കൊടുക്കും. എന്നിട്ട് പിന്നെ ഞാൻ ഈ പെയിൻറ് ബ്രഷ് കഴുകും. എന്നിട്ട് ചെയ്യും. ഇതിപ്പം ഞാൻ ഒരു പാത്രത്തിൽ മുക്കിയിട്ട് പോകുന്നില്ല. കൈയോട് കഴുകലാണ് ഞാൻ പൊതുവെ. ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ കുറേ സമയം വേസ്റ്റ് ആകില്ലല്ലോ. എന്തോ ഫിനിഷിങ് ഇല്ല ഗൈസ്.
ഏകദേശം ഇങ്ങനെ മണ്ണ് സാധാരണ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. കുറച്ച് സൈഡ് മാത്രമേ ഞാൻ മണ്ണാക്കി കൊടുക്കുന്നുള്ളൂ. എനിക്ക് പിന്നെ ഒരു രസമില്ല മണ്ണ് പോലെ ആക്കിയിട്ട്. ഞാൻ പിന്നെ വിചാരിച്ചു ഈ പെയിൻറ് വേണ്ടെങ്കിലോ. എനിക്ക് ബ്ലാക്ക് അടിക്കാനൊരു പൂതി. ബ്ലാക്ക് അടിച്ചാൽ പിന്നെയും കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ നമുക്ക് ബ്ലാക്ക് അടിക്കാം. ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളർ. ബ്ലാക്കിന് പ്രത്യേകിച്ചൊരു ലുക്കാണല്ലേ ഗൈസ്. ബ്ലാക്കിൻ്റെ മുടിയൊക്കെ തെറിച്ച് പോവാം. എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമ. എനിക്ക് വെറൈറ്റി ആയിട്ട് നീ ചെയ്യണമെന്നൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിനകത്ത് കുറേ വെള്ളം ഉണ്ടോയെന്ന് എനിക്ക് സംശയം ഗൈസ്. പിന്നെ നമ്മൾ ഈ സൈഡിലും കൂടെ ബ്ലാക്ക് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം കാണാനെങ്കിലും കുറച്ച് ലുക്കാണ്. നേരത്തെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. എനിക്ക് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് പൂളാക്കിയിട്ട് ഇവിടെ പശ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടാന്നാണ്. പക്ഷെ മഴ പെയ്തുകൊണ്ട് തന്നെ അങ്ങനത്തെ ഉണങ്ങിയ രീതിക്കുള്ള മണ്ണൊന്നും കിട്ടാനുള്ള ഗൈസ്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. രാവിലെ നമ്മളിവിടെയൊക്കെ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, എൻ്റെ ഭാഗ്യമേ. എനിക്ക് ഭാഗ്യമില്ല ഗൈസ്. അതുകൊണ്ട് ബ്ലാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നല്ലൊരു ഫിനിഷിങ് തരുന്നൊരു കളറാണ് ബ്ലാക്ക്. എവിടെ കൊടുത്താലും നല്ലൊരു ഫിനിഷിംഗ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് എന്ത് കച്ചറയായാലും കാണാനും പറ്റില്ല. ഇഷ്ടമാണ് കേട്ടോ ബ്ലാക്ക് ബ്ലൂ. അങ്ങനെ നമ്മളെ പൂളും ഫൈനൽ ലുക്കാണ് ഗൈസ് ഇത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടിയത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ പണി എന്നെ പോയിട്ടില്ല ഗൈസ്. പിന്നെ നമുക്കൊന്ന് കൈയൊക്കെ ഒന്ന് അരച്ച് കഴുകണം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത്രയും എനിക്ക് പണിയൊക്കെ കിട്ടി ചെയ്തതല്ലേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബൈ. അപ്പം നിങ്ങൾക്ക് ഇനി എന്താ വെച്ചാൽ വേറെ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ. ബൈ.